നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ പകരം ഒരുക്കിയ സംവിധാനം അപകട ഭീഷണിയായി. പറഞ്ഞു വന്നത് ഗുരുവായൂരിലെ ഒരു റോഡിന്റെ കാര്യമാണ്. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടപ്പോൾ താൽക്കാലികമായി നഗരസഭ ഒരുക്കിയ യാത്രാ സൗകര്യം ഇപ്പോൾ ആളുകൾക്ക് മരണക്കുഴിയായി മാറിയിരിക്കുകയാണ്. ഈ ദുരവസ്ഥ പറയുമ്പോഴും കണ്ണടച്ച ഇരുട്ടാക്കുന്നവരാണ് ഭൂരിപക്ഷം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള താൽക്കാലിക പ്രവേശന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായാണ് പരാതി. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രധാന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചതിനെ തുടർന്ന് താൽക്കാലികമായി തുറന്നുകൊടുത്ത നഗരസഭയുടെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്തെ 200ഓളം മീറ്റർ ദൂരം 4 മാസത്തോളമായി സഞ്ചാരയോഗ്യമല്ല. ആഴത്തിലുള്ള കുഴികളാണ് ഈ റോഡിൽ രൂപം കൊണ്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴിയുടെ വലിപ്പം അറിയാതെ വരുന്ന വാഹനങ്ങൾ ഇതിൽ വീണ് അപകടം പതിവാണ്. ഇതുമൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങളും മടിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്ക് ഔട്ടർ റിംഗ് റോഡിലെ സമീപത്തേക്ക് മാറ്റി. ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാർ ഏറെ ദൂരം നടന്ന് ഓട്ടോ വിളിക്കേണ്ട ഗതികേടാണ്. കോൺക്രീറ്റ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ റോഡ് 1 മാസത്തിനകം തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനിടയിൽ താൽക്കാലിക റോഡിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ടോ എന്നും ഇവർ ചോദിക്കുന്നു. എന്നാൽ റോഡ് തുറന്നുകൊടുക്കാൻ മാസങ്ങളെടുക്കുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും നടുവൊടിക്കുന്നതായി ഡ്രൈവർമാർ പറയുന്നു. അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അറ്റകുറ്റപ്പണി നടത്താതെ 4 വർഷത്തോളമായി കുണ്ടും കുഴിയും നിറഞ്ഞുകിടന്നിരുന്ന റെയിൽവേ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ടാറിങ്ങും കോൺക്രീറ്റും നടത്താൻ റെയിൽവേ തയ്യാറായത്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക റോഡിലെ ദുരിതം പേറേണ്ടി വരുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്നും വരുന്ന രോഗികൾ ഈ റോഡ് മുറിച്ചു കടക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഗർഭിണികളും പ്രായമായവരും അടക്കമുള്ള യാത്രക്കാരുടെയും അവസ്ഥ പരിതാപകരമാണ്. ഇതിനെല്ലാം അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദുരിതം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ഇവിടെ റോഡ് ഈ റോഡ് ഇപ്പോൾ പണി നടക്കുകയാണ്. അപ്പോൾ താൽക്കാലിക റോഡ് നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് മെയിൻ്റനൻസ് ആയിട്ടും നടുവേദനയായിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. യാത്രക്കാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ലഗേജുമായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ റെയിൽവേ എന്നുള്ള വാടക എടുത്തു പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എത്രയും വേഗം ആ റോഡൊന്ന് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കണ്ണു തുറപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ കാര്യം പറയുന്നു. ദിനംപ്രതി നിരവധി യാത്രികരും വാഹനങ്ങളും ഇടതടവില്ലാതെ പോകുന്ന റോഡിന്റെ ഗതികേടാണിത്. വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാൻ തയ്യാറാകാത്ത അവസ്ഥ. ഇനിയിപ്പോ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ മറ്റൊന്ന് തുറന്നുകൊടുക്കാനും ആവില്ലല്ലോ. പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എത്രയും വേഗം പരിഹാരം കാണുമെന്ന് ആഴ്ചവട്ടവും പ്രതീക്ഷിക്കുന്നു. ആളുകളുടെ വിശ്വാസ്യത നേടണമെങ്കിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യണം. തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം ഒരു പരിധിക്കപ്പുറം വില പോകില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നവരുണ്ട്. കോട്ടും സൂട്ടുമിട്ടവർ പറയുന്നത് അപ്പാടെ വിഴുങ്ങി തിരിച്ചു ലഭിക്കുന്ന വലിയ പണം പ്രതീക്ഷിച്ച് ഉള്ള സമ്പാദ്യം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും. പിന്നെ സംഭവിക്കുന്നതോ കാണാം. നിക്ഷേപ തട്ടിപ്പിന്റെ വാർത്ത. ചിട്ടി വിളിച്ചവർക്ക് പണം നൽകിയില്ലെന്നാണ് പരാതി. കുന്നംകുളത്തെ ധനലക്ഷ്യ കുറീസിനെതിരെ പ്രതിഷേധവുമായി നിക്ഷേപകരാണ് രംഗത്തെത്തിയത്. കുന്നംകുളം സബ് ട്രഷറി ഓഫീസിന് എതിർവശത്തെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ധനലക്ഷ്യ കുറീസിനെതിരായാണ് നിക്ഷേപകരുടെ പരാതി. 4 വർഷത്തോളമായി നടത്തിയിരുന്ന ചിട്ടിയുടെ പണം തുടക്കത്തിൽ കൃത്യമായി നൽകിയെങ്കിലും അടുത്ത കാലത്തായി പറഞ്ഞ ദിവസങ്ങളിലൊന്നും പണം കിട്ടിയില്ലെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം. 1.5 വർഷം മുമ്പാണ് കുന്നംകുളം സബ് ട്രഷറി ഓഫീസിന് എതിർവശത്തെ വാടക കെട്ടിടത്തിൽ ആഡംബരമായി ധനലക്ഷ്യ കുറീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മലപ്പുറം തവനൂർ ഈശ്വരമംഗലം കോഡൂർ വീട്ടിൽ സജിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഭാര്യയും ഭാര്യ സഹോദരനുമായിരുന്നു പങ്കാളികൾ. ചിട്ടി വിളിച്ച് പണം കിട്ടാതായതോടെ 10 പേർ പോലീസിൽ രേഖാമൂലം പരാതി നൽകി.
തുടർന്ന് ചിട്ടി നടത്തി ആളുകളിൽ നിന്ന് പണം തട്ടിയെന്ന പരാതിയിൽ സജിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്ഥാപനത്തിൽ നിന്നും പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ വന്നപ്പോഴാണ് പരാതിയുമായി നിക്ഷേപകർ വീണ്ടും ധനലക്ഷ്യ കുറീസിന്റെ ഓഫീസിലെത്തിയത്. സ്ഥാപനത്തിലേക്ക് അടച്ച ചിട്ടി വട്ടമെത്തി പണം വാങ്ങാനായി സ്ഥാപനത്തിലേക്ക് വന്നപ്പോൾ ചെക്ക് തന്ന് മടക്കി അയക്കുകയും പിന്നീട് ചെക്ക് ബൗൺസ് ആവുകയുമാണ് ഉണ്ടായതെന്ന് നിക്ഷേപകർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഓഫീസിലെത്തിയപ്പോൾ ചാർജ് എടുത്ത പുതിയ മാനേജർ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുകയും അസഭ്യവാക്കുകൾ പറയുകയും പണം തരുവാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ കേസ് കൊടുക്കാൻ പറയുകയാണ് ഉണ്ടായതെന്നും നിക്ഷേപകർ അറിയിച്ചു. പൈസ കിട്ടാതെ ഞങ്ങൾക്ക് 3 മാസം ടൈം പറഞ്ഞ 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, നമുക്ക് ആർക്കും പൈസ കിട്ടിയില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരിക്കൽ അവിടെ വലിയ ബഹളം ഉണ്ടാക്കിയപ്പോൾ പോലീസ് കേസെടുത്തു. മീഡിയേറ്ററായിട്ടൊരു വക്കീലുണ്ടായിരുന്നു. ഈ വക്കീൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ വക്കീൽ രക്ഷപ്പെട്ടു പോയി. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 അഡ്മിന്മാർ ഞങ്ങളെ കരുവാക്കിയിട്ട് അവർ ക്യാഷ് മേടിച്ചിട്ട് അവർ മുങ്ങി. ഇപ്പം ഞങ്ങൾ നടുത്തടത്തിൽ ഇറങ്ങിയിരിക്കുക, ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ഭാഗമായിപ്പോൾ ഞങ്ങൾ അവരെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളുടെ പേര് കള്ള പരാതി കൊടുത്തിട്ട് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പിടിപ്പിച്ചു. അതായത് പൊന്നാനി പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി നിങ്ങളെ പേരിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്. ഈ കണ്ട ജനങ്ങളിലൊക്കെ പൈസ മുക്കിയിട്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കാണുന്ന പൊതുജനങ്ങളെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ ഒപ്പം നിൽക്കണമെന്നാണ് പറയാനുള്ളത്. പല ധനകാര്യ സ്ഥാപനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. തുടക്കത്തിൽ ആളെ കിട്ടാൻ വേണ്ടി കൃത്യതയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. പതിയെ പതിയെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ പണം നിക്ഷേപിച്ചവർ പിന്നീട് മുതലാളിമാർക്ക് ബാധ്യതയായി മാറും. തുടർന്ന് ആട്ടി അകറ്റുക മാത്രമല്ല, ഭീഷണി വരെ നേരിടേണ്ടി വരും. ദിനംപ്രതി മാധ്യമ വാർത്തകളിലെല്ലാം ഇത്തരം തട്ടിപ്പിന്റെ കഥ പുറത്തു വരുന്നതാണ്. എന്നിട്ടും ഇവരെല്ലാം പറയുന്നത് വിശ്വസിച്ച് വഞ്ചിക്കപ്പെടാൻ നിന്നു കൊടുക്കാതിരിക്കാൻ ഉള്ള പണം കയ്യിലിരിക്കും. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നാണല്ലോ പഴഞ്ചൊല്ല്. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാലോ? അങ്ങാടിയിൽ തോറ്റാൽ അങ്ങാടിയിൽ തന്നെ തല്ലി തീർക്കുക. എതിർവശത്തു നിന്ന് എന്തെങ്കിലും നീരസങ്ങൾ ഉണ്ടായാൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനപ്പുറം ആക്രമണത്തിലേക്ക് പോയാലുള്ള അവസ്ഥ എന്താകും? ചെറിയ കാര്യങ്ങൾ പോലും ക്ഷമിക്കാനോ മറക്കാനോ കഴിയാത്തവരായി പുതിയ തലമുറ മാറുമ്പോൾ എന്താകും ഭാവി എന്നതും ചോദ്യചിഹ്നമാണ്. സ്കൂൾ മുതൽ നടു റോഡിൽ വരെ നടക്കുന്ന മർദ്ദന ദൃശ്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. അക്കിക്കാവ് TMVHS സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റ വാർത്തയാണ് ആദ്യത്തേത്. കരിക്കാട് താഴ്ത്തേതിൽ 16 വയസ്സുള്ള ഷർഹാനാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ച് ഷർട്ടിന്റെ ബട്ടൺസ് ധരിക്കാൻ ഷെർഹാനോട് പറഞ്ഞത് ഷെർഹാൻ നിരസിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ പഴഞ്ഞി റോഡിൽ വെച്ച് +1 വിദ്യാർത്ഥിയായ ഷെർഹാനെ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഷെർഹാൻ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുട്ടികളുടെ ഇടയിൽ പോലും ഇത്തരം ആക്രമണ സ്വഭാവങ്ങൾ വളർന്നു വരുന്നത് ഭയാനകമാണ്. കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയിൽ വരുന്ന ക്രൂരത വലിയ വിപത്തുകൾക്കാണ് വഴിയൊരുക്കുക. മറ്റൊന്ന് ബസ് ഡ്രൈവർക്ക് നേരെയുണ്ടായ ആക്രമണമാണ്. സർവീസ് നടത്തുന്നതിനിടെ റോഡിൽ സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദമോൾ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ലിബിനാണ് മർദ്ദനമേറ്റത്. നേരത്തെ റോഡിൽ വെച്ച് എതിർദിശയിൽ വന്ന ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ഇവരും ബസ് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം ബസ് തിരിച്ചുവരുന്ന വഴിയാണ് പഴുന്നാനിയിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി യുവാക്കൾ ബസ് ഡ്രൈവറെ ആക്രമിച്ചത്. സീറ്റിലായിരുന്ന ഡ്രൈവറെ അവിടെ ഇരുത്തി മാരകമായി മർദ്ദിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ലിബിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് ജ്വല്ലറി കാവൽക്കാരനാണ് നടു റോഡിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ബാറിലെ ജീവനക്കാരൻ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. തിരുവത്ര സ്വദേശി കാളിരകത്ത് വീട്ടിൽ 60 വയസ്സുള്ള ഉമ്മറിനാണ് മർദ്ദനമേറ്റത്. ബാറിലേക്ക് കാറുമായി വന്ന വ്യക്തിക്ക് വഴിയിൽ ബൈക്ക് തടസ്സമുണ്ടാക്കുന്നു എന്നാരോപിച്ചാണ് ഉമ്മറിനെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഹയാത്ത് ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റി. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നവരും കാരണം കണ്ടെത്തി ആക്രമണം നടത്തുന്നവരും. വാക്കുതർക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറം കൈവിട്ടു പോകുമ്പോൾ ജീവനും ജീവിതവുമാണ് നഷ്ടപ്പെടുക. ഒരു നിമിഷത്തെ അരിശത്തിന് ഒരായുസ് വരെ നഷ്ടമാകുമെന്ന് ചുരുക്കം. കുഞ്ഞുങ്ങളിലും യുവാക്കളിലും ഉണ്ടാകുന്ന ഇത്തരം ആക്രമണ സ്വഭാവത്തിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. ലഹരി ഉപയോഗമാണോ ആക്രമണ സ്വഭാവങ്ങൾക്ക് വഴിവെക്കുന്നതെന്നും ചിന്തിക്കുന്നതിൽ തെറ്റില്ല.
ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ ഒടുവിൽ അധികാരികൾക്ക് ബോധോദയം വരാൻ ടീച്ചറുടെ ദയനീയ ശബ്ദ സന്ദേശം വേണ്ടിവന്നു. കുട്ടികളുടെ ജീവനിൽ ഭയന്നിട്ടാണ് ഗതികെട്ട് അധ്യാപിക അങ്ങനെ ഒരു വോയിസ് അയച്ചത്. ഈ ശബ്ദം വൈറലായതോടെ അധികാരികൾ കണ്ണു തുറന്നു, ഒപ്പം മന്ത്രിയുടെ ഓർഡറും. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിൽ ജീർണിച്ച കെട്ടിടം പൊളിച്ചു മാറ്റാത്തതാണ് ശബ്ദ സന്ദേശത്തിനുള്ള കാരണം. കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമ ടീച്ചറുടെ ശബ്ദ സന്ദേശമാണ് പുറത്തായത്. പെരുമണ്ണൂർ GLP സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അംഗൻവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊണ്ടിരുന്നത്. ഏതു നിമിഷവും നിലം പതിക്കാറായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അംഗൻവാടി കെട്ടിടത്തിലേക്ക് എത്താൻ. കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. 8 വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതൽ വന്നും മറ്റും ദ്രവിച്ച നിലയിലായിരുന്നു. കെട്ടിടത്തോട് ചേർന്നുള്ള മതിൽക്കെട്ടും തകർന്നു വീണിട്ടുണ്ട്. പഴയ കെട്ടിടത്തിനടുത്ത് തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കുട്ടികൾക്ക് ഭീഷണിയായിരുന്നു. കെട്ടിടം ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ്. ഇളകിക്കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലം പതിക്കുന്നതും പതിവായിരുന്നു. ഇതോടെയാണ് അംഗൻവാടി അധ്യാപിക രമാദേവി ടീച്ചർ രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കില്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത്. വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്നു. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടെന്ന് പറയുക. കാരണം 2 തൂണും ചിരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. 2 മുതൽ 4 വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉള്ളത് തന്നെ. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്നതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടെന്ന് പറയുകയാണ്. കാരണം അത്രയും അപകടാവസ്ഥയാണ് അത്. ഇത് പുറത്തു വന്നതോടെ പ്രദേശത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറി ബാലൻ, ലോക്കൽ കമ്മിറ്റി മെമ്പർ വേണു കുറുപ്പത്ത, പ്രദീപ്, അനീഷ്, ഷുഹൈബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ എത്തി കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി. എന്തായാലും ശബ്ദ സന്ദേശം അങ്ങ് മന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയപ്പോൾ നടപടികളും വേഗത്തിലായി. അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ മന്ത്രിയുടെ ഓഫീസ് ചാലിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നീക്കം ആരംഭിച്ചതായും വാർഡ് മെമ്പർ സരിത വിജയൻ പറഞ്ഞു. കെട്ടിടം മുഴുവനായി പൊളിച്ചു നീക്കം ചെയ്യുന്നതുവരെ അംഗൻവാടിക്ക് അവധി നൽകാനാണ് ലഭിച്ച നിർദ്ദേശമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. പൊളിച്ചു മാറ്റിയതിന് ശേഷം ഇന്നലെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും വന്ന് സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം ഒരുപാട് രക്ഷിതാക്കളടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അംഗൻവാടി ടീച്ചറിട്ട വോയിസ് പ്രകാരം അത് മാധ്യമങ്ങൾ അറിഞ്ഞു. മന്ത്രിയുടെ ഓഫീസിലെത്തി മന്ത്രി അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചു മാറ്റണമെന്ന് സെക്രട്ടറിക്ക് അതിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് വരയ്ക്ക് അംഗൻവാടി അടച്ചിടാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. പരാതി നൽകിയാലൊന്നും അധികാരികൾ അത് കണ്ട ഭാവം നടിക്കില്ല. അപകടാവസ്ഥ മനസ്സിലാക്കുകയുമില്ല. ഒടുവിൽ ഇതുപോലെ വൈറലാകുന്ന ചില വിദ്യകൾ വേണ്ടിവരും മനസ്സിലാക്കേണ്ടവർക്ക് നടപടിയെടുക്കാൻ. എന്തായാലും കുട്ടികളുടെ ജീവന് ആപത്തൊന്നും പറ്റാത്തത് മഹാഭാഗ്യം. പൊതുജനത്തിന് ആശ്വാസമാകാനായി നിർമ്മിച്ച കെട്ടിടങ്ങൾ അതേ ജനത്തിന് വില്ലനായാൽ എന്താകും സ്ഥിതി? അതും അധികാരികളുടെ പിടിപ്പുകേടുകൊണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ലഹരിയുടെ വലിയ മാഫിയ തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വിഹരിക്കാൻ നല്ലൊരു കെട്ടിടം സർക്കാർ ചെലവിൽ തന്നെ കിട്ടിയാൽ പണി എളുപ്പമായല്ലോ. അങ്ങനെ ഒരു കെട്ടിടവും അവിടുത്തെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും. ഒടുവിൽ വാർത്തയായപ്പോൾ അധികാരികളും ഓടിയെത്തി. എരനല്ലൂർ വില്ലേജ് ഓഫീസിനോട് ചേർന്ന് ഏകദേശം 6 സെന്റ് സ്ഥലത്താണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിനായുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 10ാം വാർഡിൽ ഉൾപ്പെടുന്ന തച്ചാട്ടുകുളത്തോട് ചേർന്ന് റോഡിൽ നിന്നും 10 മീറ്റർ മാറിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം. മദ്യക്കുപ്പികളും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും സിഗരറ്റ് പാക്കറ്റുകൾ തുടങ്ങി കെട്ടിട പരിസരത്ത് നിറഞ്ഞിരിക്കുകയാണ്. പ്രധാന റോഡിൽ നിന്നും വിശ്രമ കേന്ദ്രത്തിലേക്ക് നോട്ടമെത്താത്തതിനാൽ സാമൂഹ്യ വിരുദ്ധർക്ക് ഇവിടെ മദ്യപാനവും ലഹരി ഉപയോഗവും സുരക്ഷിതമായി നടത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്.
വില്ലേജ്, മൃഗാശുപത്രി എന്നിവ സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും 5 മണിയോടെ ജീവനക്കാർ മടങ്ങിയാൽ പിന്നെ ആളനക്കമില്ലാത്ത സ്ഥിതിയാണുള്ളത്. പഞ്ചായത്ത് അധികാരികളാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇതും ഇവിടെ തമ്പടിക്കുന്ന സംഘങ്ങൾക്ക് വിഹരിക്കാൻ പ്രേരണയാകുന്നുണ്ട്. മേഖലയിലെയും സമീപ പ്രദേശത്തെയും കൗമാരക്കാരും യുവാക്കളുമാണ് ഇവിടെ വന്ന് തമ്പടിക്കുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം സാമൂഹ്യവിരുദ്ധ കേന്ദ്രമാകാതിരിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെയും പോലീസ് അധികാരികളുടെയും ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. CCTV ന്യൂസ്, കേച്ചേരി. ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷങ്ങൾ ചിലവുണ്ട്. അങ്ങനെയുള്ള കെട്ടിടം പൊതുജനത്തിന് ഉപകാരപ്രദമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കൂടി ഉദ്യോഗസ്ഥർക്കുണ്ട്. ആർക്കും ഒരു ഗുണവുമില്ലാതെ സമൂഹത്തിന്റെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് തലചാക്കാനുള്ള ഇടമാക്കി മാറ്റേണ്ടതില്ല. സാധാരണക്കാർക്ക് എപ്പോഴും ആശ്രയം ബസ് സർവീസാണ്. അങ്ങനെയുള്ള സൗകര്യം ഇല്ലാതാകുമ്പോൾ ദുരിതം അനുഭവിക്കുന്നതും സാധാരണക്കാർ തന്നെ. സ്ഥിരമായി ഉണ്ടായിരുന്ന സർവീസ് നിർത്തിവെക്കുമ്പോൾ പൊതുജനത്തിന്റെ അവസ്ഥ കൂടി ആലോചിക്കേണ്ടേ? കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ KSRTC സർവീസ് നിർത്തിയതാണ് യാത്രക്കാർക്ക് തിരിച്ചടിയായത്. സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകളെല്ലാം സർവീസ് നിർത്തിയതോടെ വലയുകയായി കാട്ടകമ്പാൽ മേഖലയിലെ യാത്രക്കാർ. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ്, പൊന്നാനി കുന്നംകുളം ഓർഡിനറി, ചിറക്കൽ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ബസ്സുകളാണ് കാട്ടകമ്പാൽ പഞ്ചായത്തിലൂടെ സർവീസ് നടത്തിയിരുന്നത്. 1982 സർവീസ് ആരംഭിച്ച പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് അടുത്ത കാലം വരെ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ജീവനക്കാർക്ക് താമസ സൗകര്യമില്ലാത്തതിനാൽ സർവീസ് നിർത്തുകയായിരുന്നു. പുലർച്ചെ പെങ്ങാമുക്കിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് ഉച്ചയോടെ തിരുവനന്തപുരത്തെത്തുകയും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തിന് പുറപ്പെടുന്ന ബസ് അർദ്ധരാത്രിയോടെ പെങ്ങാമുക്കിൽ തിരിച്ചെത്തിയിരുന്നു. ബസ് സർവീസ് നിലച്ചതോടെ പുലർച്ചെയും അർദ്ധരാത്രിയും കുന്നംകുളം ഭാഗത്തു നിന്നും പഴഞ്ഞി, ചിറക്കൽ, പെങ്ങാമുക്ക് ഭാഗത്തേക്ക് ബസ്സുകളില്ലാത്ത അവസ്ഥയായി. പെരുന്തുരുത്തിയിലെ പുളിക്കക്കടവ് പാലം പണിതതോടെയാണ് പൊന്നാനി കുന്നംകുളം ബസ് സർവീസ് നടത്തി തുടങ്ങിയത്. ദിവസവും 4 തവണ സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസ് നിർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇതോടെ ഈ വഴികളിലും യാത്രാക്ലേശം രൂക്ഷമാണ്. ചിറക്കലിൽ നിന്നും വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ്, തൃശൂർ വഴി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസും നിർത്തലാക്കി വർഷങ്ങൾ പിന്നിട്ടു. മേഖലയിൽ നിന്നും നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള ആശ്രയമായിരുന്നു ഈ ബസ്. നിർത്തലാക്കിയ ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിവസവും 4 തവണ സർവീസ് ഉണ്ടായിരുന്ന ബസ്സാണ് ഒന്നുമില്ലാതെ നിർത്തിയത്. ഒരുപാട് ആളുകൾക്ക് ഗുണപ്രദമാകുന്ന സർവീസ് ആയിരുന്നുവെന്നാണ് പൊതുജനം പറയുന്നത്. KSRTC സർവീസ് പുനഃസ്ഥാപിച്ചാൽ യാത്രികർക്കും അത് ആശ്വാസമാകും. വാർത്തകളും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.